My dear students, Dr. James Taylor കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 168ാമത് എപ്പിസോഡിൽ സെപ്പിയ എന്ന അധ്യായത്തിൻ്റെ 5ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഇതിൽ സെപ്പിയയുടെ മൂക്ക്, വായ്, തൊണ്ട, വയറ് ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില പർട്ടിക്കുലർ സിംറ്റംസും അതിനേക്കാൾ പ്രധാനമായി മറ്റ് നിരവധി ഔഷധങ്ങളുമായിട്ടുള്ള ചില സുപ്രധാന കമ്പാരിസൺസുമാണ് വരുന്നത്. കമ്പാരിസൺസ് വളരെ പ്രധാനപ്പെട്ടതാണ്. റെപ്പർട്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിലധികം മരുന്നുകളുടെ സൂചന കാണുമ്പോൾ അതിൽ നിന്ന് വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഇത്തരം കമ്പാരിസൺസ് ഉപകരിക്കും. അതുകൊണ്ട് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അണ്ടർ എക്സ്റ്റേണൽ ഹെഡ് വി ഹാവ് ഇറപ്ഷൻസ് ആൻഡ് ഫാളിംഗ് ഔട്ട് ഓഫ് ഹെയർ. തലയുടെ പുറംഭാഗമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളിൽ പരുക്കൾ, മുടികൊഴിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളുണ്ട്. യെല്ലോ ക്രസ്റ്റ്, മഞ്ഞ നിറത്തിലുള്ള പരുക്കൾ. ഊസിങ് ഓഫ് പസ് ആൻഡ് അതർ ഫ്ലൂയിഡ്സ്, പഴുപ്പും മറ്റ് സ്രവങ്ങളും അതിൽ നൂറ് വരുന്നു. വെസൈക്കിൾസ്, എക്സീമ ഓഫ് ഇൻഫൻസ്, ശിശുക്കളിലുള്ള എക്സീമ സെപ്പിയ കവർ ചെയ്യുന്നുണ്ട്. ഐസ്, കാറ്റാറൽ സിംറ്റംസ് വിത്ത് വെസൈക്കിൾസ് ആൻഡ് പസ്റ്റ്യൂൾസ്, granular lids, ulcers and psoriatic manifestations, various infiltrative conditions of the eyes and about the eyes. അപ്പോൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കാറ്റാറൽ സിംറ്റംസ് ഉണ്ട്. വെസൈക്കിൾസ്, പസ്റ്റ്യൂൾസ് ഒക്കെ വരുന്നുണ്ട്. കൺപോളകളിൽ ഗ്രാനുലേഷൻ, പട്ടപിടിക്കൽ, വ്രണങ്ങൾ, മറ്റ് നിരവധി സോറിക് മാനിഫെസ്റ്റേഷൻസ്, സോറയെ സൂചിപ്പിക്കുന്ന പലതരം ലക്ഷണങ്ങൾ. ഇൻഫിൽട്രേറ്റീവ് കണ്ടീഷൻസ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് അതും നിരവധി തരത്തിലുള്ളതുണ്ട്. കണ്ണിലുണ്ട്, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ഭാഗങ്ങളിലുണ്ട്. പസ്റ്റ്യൂൾസ് ഓൺ മാർജിൻസ് ഓഫ് ലിഡ്സ്, പസ്റ്റ്യൂൾസ് ഓൺ ദ ഗ്ലോബ് ഓഫ് ദ ഐ, കണ്ണിൽ, കൺകോളത്തിൽ, കൺപോളയിൽ, അതിൻ്റെ മാർജിനിലൊക്കെ പരുക്കൾ, പഴുപ്പുള്ള പരുക്കൾ വരുന്നു. സീംസ് ആസ് ഇഫ് ലുക്കിംഗ് ത്രൂ എ ഗോസ്, ഒരു വലയിലൂടെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെ നോക്കുന്ന തരത്തിൽ, ആ തരത്തിൽ മങ്ങിയ കാഴ്ച. ടാർസൽ ട്യൂമേഴ്സ്, ഐലിഡ്സിൽ, കൺപോളകളിൽ ട്യൂമേഴ്സ്. അഗ്ലൂട്ടിനേഷൻ ഓഫ് ലിഡ്സ്, സ്റ്റൈസ് എക്സെട്ര, കൺപോളകൾ പഴുപ്പും മറ്റൊക്കെ വന്ന് ഒട്ടിപ്പോകുന്നു. ദ ഇയേഴ്സ് ഡിസ്ചാർജ് തിക്ക് യെല്ലോ പസ് ഒഫൻസീവ്, ചെവിയിൽ നിന്ന് കട്ടിയുള്ള മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ് ഒലിക്കി വരുന്നു. ദുർഗന്ധം. ദ നോസ് ഈസ് എ ഫേവറേറ്റ് ലൊക്കാലിറ്റി. ലോസ് ഓഫ് സ്മെൽ, യെല്ലോ ഓർ ഗ്രീൻ തിക്ക് ക്രസ്റ്റ് ഫിൽ ദ നോസ് ആൻഡ് കനോട്ട് ബി ബ്ലോൺ ഔട്ട്. ഗന്ധം നഷ്ടപ്പെടുന്നു. മഞ്ഞ നിറത്തിലുള്ളതോ പച്ച നിറത്തിലുള്ളതോ ആയിട്ടുള്ള കട്ടിയുള്ള പൊറ്റ പിടിച്ചിട്ട് അത് മൂക്ക് ചീറ്റി കളയാനത് പറ്റില്ല. ഡിസ്ചാർജ് ഓഫ് തിക്ക് യെല്ലോ പസ്, കട്ടിയുള്ള മഞ്ഞ പഴുപ്പ് ഒലിച്ചു വരുന്നു. ഇത് പോറെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ലാർജ് ഒഫൻസീവ് സ്മെല്ലിംഗ് പ്ലഗ്സ് ഫ്രം ദ നോസ്, മൂക്കിൽ ഇങ്ങനെ പ്ലഗ് ചെയ്ത പോലെ, പൊറ്റ പിടിച്ചിട്ട് ഇങ്ങനെ അടഞ്ഞിരുന്ന പോലെ, അടപ്പ് പോലെ വലിയ ദുർഗന്ധമുള്ള പ്ലഗ്സ്. ഓഫൻ സോ ലാർജ് ദാറ്റ് ദേ ഹാവ് ടു ബി ഡ്രോൺ ബാക്ക് ഇൻ ടു മൗത്ത് ആൻഡ് എക്സ്പെക്ടഡ്. അപ്പോൾ ചീറ്റിയെ പോരില്ല, അതിന് പകരം വായിലേക്ക് അതിനെ വലിച്ച് വായിലേക്ക് എടുത്തിട്ട് അത് കഫം തുപ്പുന്ന പോലെ തുപ്പിക്കളേണ്ടി വരും. കോസിങ് വോമിറ്റിങ്, അപ്പോൾ അതിൻ്റെ ദുർഗന്ധവും ദുസ്വാദ നിമിത്തം ഛർദി ഉണ്ടാകാം. ഡ്രൈ കൊറൈസ എസ്പെഷ്യലി ഓഫ് ലെഫ്റ്റ് നോസ്ട്രിൽ, വിശേഷം ഇടത് നാസാദ്രന്ഥത്തിൽ വരണ്ട കൊറൈസ കണ്ടീഷൻ. ബ്ലോവിംഗ് ഓഫ് ലാർജ് ലംസ് ഓഫ് യെല്ലോ ഓർ ഗ്രീൻ മ്യൂക്കസ് ഓർ യെല്ലോ ഗ്രീൻ കട്ട്സ് വിത്ത് ബ്ലഡ് ഫ്രം ദ നോസ്. അപ്പോൾ മൂക്കിൽ നിന്ന് പച്ച നിറത്തിലുള്ളതോ മഞ്ഞ നിറത്തിലുള്ളതോ രണ്ടും കലർന്ന നിറത്തിലുള്ളതായിട്ടുള്ള പൊറ്റ അതിങ്ങനെ ചീറ്റിക്കളയുമ്പോൾ അതിനോടൊപ്പം രക്തവും വരുന്നു. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ഫലപ്രദമായ ഹോമിയോപ്പതി ചികിത്സ ഈ ഒരു കണ്ടീഷനിലായിരുന്നു. എൻ്റെ മൂക്കിലിങ്ങനെ ക്രസ്റ്റ് വരുമായിരുന്നു, ഇങ്ങനെ പൊറ്റ വന്നിരിക്കും. അതൊരു മിക്കവാറും ഡാർക്ക് കളറിലാണ്, ഒരു ബ്ലഡി ബ്രൗൺ കളറിലായിരുന്നു. അത് ഞാൻ ഇടയ്ക്ക് പറയാറുള്ള ഞങ്ങളുടെ നാട്ടിലെ കുമ്പളങ്ങിയിലെ ആസ്ഥാന ഹോമിയോപാത്ത് എന്ന് പറയാവുന്ന രാമസാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി.
ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. ഇതൊക്കെ കാണിച്ച കൂട്ടത്തിൽ ഈ കാര എന്നറിയപ്പെടുന്നതിൻ്റെ കാലിലും മറ്റുമൊക്കെ ഇങ്ങനെ ഹോണി ഗ്രോവ്സ് ഉണ്ടാകുമായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് രാമസാറ് ഒരു 2-3 ദിവസത്തേക്കുള്ള മരുന്ന് അദ്ദേഹം പൊതിയാണ് തരുന്നത്. 3 നേരം കഴിക്കുന്ന പറഞ്ഞ് തരും. ഒരു പൊതിക്ക് അരമണിക്കൂർ ശേഷം 2 ഗുളിക ബയോകെമിക്കൽ ടാബ്ലറ്റ്സാണ്. പിന്നീടാണ് അത് ഫെറംഫോസ് ആണെന്ന് മനസ്സിലാക്കുന്നത്. ഒരു തവണ കഴിച്ചു, ഒരു കൂട്ട് കഴിച്ചു, അവിടെ മാറിപ്പോയി. അതാണ് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് എന്നിൽ ഭരിച്ച ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട എൻ്റെ ആരോഗ്യത്തെ വല്ലാതെ അലട്ടിയ പ്രശ്നങ്ങൾക്കൊന്നും അദ്ദേഹത്തിൻ്റെ ചികിത്സ നേടാൻ എനിക്ക് സാധിച്ചില്ല. ദിസ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് ഓഫ് ദ വേർസ്റ്റ് ഫോം ഓഫ് കാറ്റാർ. വെരി ഫ്യൂ വിൽ ലെറ്റ് ഇറ്റ് റൺ ഓൺ ദസ് ഫാർ. They apply local treatment and heal the nose up, and the process at once going to the chest. അപ്പോൾ ഈ മൂക്കിൽ ഇത്തരം കാറ്ററൽ കണ്ടീഷൻസ് ഇങ്ങനെ വഷളാകാൻ അല്ലെങ്കിൽ ഇങ്ങനെ അത് പ്രോഗ്രസ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ ആരും അനുവദിക്കാറില്ല. എന്തെങ്കിലും ലോക്കൽ ആപ്ലിക്കേഷൻസ് ചെയ്യും. നമ്മുടെ നാട്ടിലാണെങ്കിലും പൊതുവേ ചെയ്യുന്നതാണ് എന്തെങ്കിലും നാട്ടുപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഈ പൊതുവേ ജനപ്രിയമായിട്ടുള്ള ലേപനങ്ങൾ, വിക്സ്, അമൃതാഞ്ജൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതൊക്കെ വലിക്കും, അല്ലെങ്കിൽ വെറുതെ ഉപ്പുവെള്ളം പ്രയോഗിക്കും, എന്തെങ്കിലുമൊക്കെ പ്രയോഗിച്ച് ഇതിനെ സപ്രസ് ചെയ്യും. അപ്പോൾ ഒരു സെപ്പിയാക് കണ്ടീഷനിലുള്ള ഒരു സിംറ്റത്തിനെ ആണ് സപ്രസ് ചെയ്യുന്നതെങ്കിൽ അത് തൈസിസ് പിറ്റിറ്റോസ കംസോൺ, അതായത് ഈ ക്ഷയരോഗത്തിന്, പൾമണറി നേച്ചറുള്ളൊരു ക്ഷയരോഗത്തിന് പണ്ട് പറഞ്ഞിരുന്നൊരു പേരാണ്. ശരീരം വല്ലാതെ ശോഷിക്കും, ക്ഷയം പിടിച്ചാളെന്ന് പറയിപ്പിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. അത് മൂക്കിൽ നിന്ന് നേരെ ലങ്സിലേക്ക് വരുമെന്നർത്ഥം. അങ്ങനെ വന്നിരിക്കുന്ന അവസ്ഥകൾ ഹീൽ ചെയ്യാൻ സെപ്പിയ ഉപകരിക്കാം. ദ ഗം സെറ്റിൽ അവേ ഫ്രം ദ ടീത്ത്. മോണയിൽ നിന്നും പല്ല് ഇളകിപ്പോകുന്നു. ടൂത്ത് ഏക്ക് ആൻഡ് ന്യൂറാൾജിയ ഫ്രം ടേക്കിംഗ് കോൾഡ്. തണുപ്പടിക്കുമ്പോൾ പല്ലുവേദന, നാഡീസംബന്ധമായ വേദന. സെൻസേഷൻ ഓഫ് എ ലംപ് ഇൻ ദ ത്രോട്ട്. തൊണ്ടയിൽ ഒരു വലിയൊരു കട്ട, വലിയൊരു തടസ്സം ഇരിക്കുന്ന പോലെ. ഇക്കാര്യത്തിൽ ലാക്ടസിസുമായിട്ട് കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദ ലേറ്റർ ഈസ് ബെറ്റർ ഫ്രം സോളോയിങ്. ലാക്ടസിൻ്റെ കാര്യത്തിൽ ആഹാരം വിഴുങ്ങുമ്പോൾ അതിന് ശമനമുണ്ട്. ദ സെയിം ഇൻ വോം ട്രബിൾസ് ഇൻഡിക്കേറ്റ്സ് സിന. ഇതേ ഒരു അവസ്ഥ, തൊണ്ടയിൽ ഒരു കട്ടയിരിക്കുന്ന പോലുള്ള അവസ്ഥ വിര ശല്യമുള്ള കേസിലാണെങ്കിൽ സിനയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അണീസ്നെസ് ഓഫ് ദ കോളർ ആൻഡ് കോർസറ്റ്സ് ലൈക്ക് ലാക്ടസിസ്. ഇനി ഈ ഒരു അവസ്ഥയോടൊപ്പം ഈ കോളറിലും ഈ കോർസറ്റ് എന്ന് വെച്ചാൽ പഴയ ഡ്രസ്സ്, ഇറിയ വസ്ത്രം, അരക്കെട്ടിൽ നമ്മൾ ബെൽറ്റ് പോലെ അല്ലെങ്കിൽ പാൻസോ മുണ്ടോ ഒക്കെ ഇങ്ങനെ ബെൽറ്റൊക്കെ കെട്ടുന്ന ആ ഭാഗത്ത് ഒരു മുറുക്കം, ആ ഭാഗത്ത് അല്ലെങ്കിൽ കോളറിൽ, വസ്ത്രത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ ഒരു അണീസ്നെസ് ഉണ്ടാകുകയാണെങ്കിൽ ലാക്ടസിസ്. എത്ര കമ്പാരിസൺസാണ് വരുന്നത് നോക്കുക. അപ്പോൾ ലാക്ടസിസ് ഈ ഒരു കാര്യത്തിൽ വളരെ കുപ്രസിദ്ധിയുള്ളൊരു ഔഷധമാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു സെപ്പിയയ്ക്ക് ശേഷം നമുക്ക് ലാക്ടസിസിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാക്ടസിസുമായിട്ടും ചൈനയുമായിട്ടുള്ള കമ്പാരിസൺ വന്നു. വേഴ്സ് ഇൻ ദ ഫസ്റ്റ് സ്ലീപ്പ് ലൈക്ക് ലാക്ടസിസ്. ആദ്യത്തെ ഉറക്കം കൊണ്ട് വർദ്ധിക്കുന്നു. ഉറക്കം കൊണ്ട് പലതും ശമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഉറക്കത്തിൻ്റെ ആദ്യഘട്ടം കൊണ്ട് വർദ്ധിക്കുന്ന അവസ്ഥ അതിന് ലാക്ടസിസിലുള്ളതാണ്. സെപ്പിയ ബ്രിങ്സ് ഔട്ട് മെനി തിങ്സ് ഇൻ കണക്ഷൻ വിത്ത് ദ അപ്പിറ്റൈറ്റ്, തേഴ്സ്റ്റ്, ഈറ്റിംഗ്, ഡ്രിങ്കിങ് ആൻഡ് സ്റ്റൊമക്ക് എക്സെട്ര. വിശപ്പ്, ദാഹം, ഭക്ഷണം കഴിക്കൽ, പാനീയങ്ങൾ കുടിക്കൽ, വയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി ലക്ഷണങ്ങൾ സെപ്പിയ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ദ സെപ്പിയ പേഷ്യൻ്റ് ഈസ് ജനറലി കോൺഷ്യസ് ഓഫ് എ സ്പോയിൽഡ് സ്റ്റൊമക്ക്. ആകെ കേടായ ഉദരത്തെക്കുറിച്ച് ബോധവാന്മാരാണ് സെപ്പിയ പേഷ്യൻസ്. നമ്മൾ പലരും നോക്കിക്കഴിഞ്ഞാൽ പലരും പറയും, ഇപ്പം ഞാനടക്കം എൻ്റെ വയറാകെ തകരാറാണ്, അങ്ങനെ പറയുന്ന പലരുമുണ്ട്. വയറിൻ്റെ പ്രശ്നം എന്നെ എപ്പോഴും അലട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ നിരവധി ഔഷധങ്ങളിൽ ആ ഒരു ലക്ഷണം വരും. സെപ്പിയയും അതിൽപ്പെട്ട ഒന്നാണ്. സോർ ആൻഡ് ബിറ്റർ ഇറിറ്റേഷൻസ് ഓഫ് ഫുഡ്. ആഹാരം കഴിച്ച ശേഷം പുളിച്ചോ കഴിച്ചോ ഒക്കെ തികട്ടി വരുന്നു. ഓഫ് മ്യൂക്കസ് ആൻഡ് ബൈൽ. കഫമോ അല്ലെങ്കിൽ ബൈല്, മഞ്ഞവെള്ളം ഇങ്ങനെ തികട്ടി വരാം.
സോർ ആൻഡ് ബിറ്റർ വോമിറ്റിംഗ് ഓഫ് ഫുഡ് ആൻഡ് മ്യൂക്കസ്. ആഹാരവും കഫവും ഈ പുളിച്ച് ചവർപ്പോടുകൂടി അല്ലെ കയ്പോടുകൂടിയൊക്കെ ഛർദ്ദിക്കും. ഓൾ ഗോൺ ഹംഗ്രി, എംറ്റി ഫീലിങ്സ് ഇൻ സ്റ്റൊമക്ക് സംടൈംസ് നോട്ട് റിലീവ്ഡ് ബൈ ഈറ്റിംഗ്. അപ്പോൾ എല്ലാം വയറ്റിനൊന്നുമില്ല, വിശക്കുന്നൊരവസ്ഥ, വയറ് കാലിയായൊരവസ്ഥ. അത് ആഹാരം കഴിച്ചാലും ചിലപ്പോൾ അതിന് ശമനമില്ല. പലപ്പോഴും ആഹാരം കഴിച്ചാൽ അതിന് ശമനം വരും, ചിലപ്പോൾ ആഹാരം കഴിച്ചാലും ഈ ഒരു അവസ്ഥയ്ക്ക് ശമനം കിട്ടില്ല. അറ്റ് ടൈംസ് എ നോയിങ് പെയിൻ, എ സിങ്കിങ്, എ നോയിങ് ഹങ്കർ വിച്ച് ഈസ് നോട്ട് ഓൾവേസ് റിലീവ്ഡ് ബൈ ഈറ്റിംഗ്. ചില സമയത്ത് ഒരു നോയിങ് പെയിൻ എന്ന് വെച്ചാൽ വിട്ടുമാറാതെ ശല്യം ചെയ്യുന്നത്, എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും വിട്ടുമാറാതെ നിൽക്കുന്നു. നോയിങ് പെയിൻ, എന്തൊക്കെ ചെയ്താലും ആ വേദന വിട്ടുമാറുന്നില്ല, എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതാണ് നോയിങ് പെയിൻ. എ സിങ്കിങ്, എ നോയിങ് ഹങ്കർ, വിശപ്പും എത്ര ആഹാരം കഴിച്ചാലും വിട്ടുമാറാത്ത വിശപ്പ്, എന്തെങ്കിലും തിന്നാലും പിന്നെയും വിശക്കുന്നു. എ സിങ്കിങ് സെൻസേഷൻ വിച്ച് ഈസ് നോട്ട് ഓൾവേസ് റിലീവ്ഡ് ബൈ ഈറ്റിംഗ്. ആഹാരം കഴിച്ചാൽ എപ്പോഴും അതിന് ശമനം കിട്ടുമെന്ന്, ചിലപ്പോഴൊക്കെ ശമനം കിട്ടും, ശമനം കിട്ടില്ല, അങ്ങനെയും വരാം. ആണ് ഈ വയറിൻ്റെ പ്രശ്നം, എപ്പോഴും വയറിൻ്റെ പ്രശ്നം, വിട്ടുമാറാത്ത വയറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് നോസിയ, എസ്പെഷ്യലി ഇൻ ദ മോർണിംഗ്, നോസിയ ആൻഡ് ഇറക്ടേഷൻസ് ആൻഡ് വോമിറ്റിംഗ് ഓഫ് മിൽക്കി ഫ്ലൂയിഡ്സ്. നേരത്തെ കണ്ടാണ് പാല് പോലുള്ള ദ്രാവകങ്ങൾ ഛർദ്ദിക്കൽ, അത് രാവിലെ കോൺസ്റ്റന്റ് എപ്പോഴും സ്ഥിരമായിരിക്കുന്നൊരു ഓക്കാനം, അത് വിശേഷം രാവിലെയാണ്. നോസിയയും പുളിച്ച തകട്ടലും ഛർദിയും ഒക്കെ ഉണ്ട്, വിശേഷം മിൽക്കി പാല് പോലുള്ള ഒരു ദ്രാവകം. വെൻ ദ സ്റ്റൊമക്ക് ഈസ് എംപ്റ്റി, വയർ കാലിയായിരിക്കുമ്പോഴും, നേരത്തെ കണ്ടാണ് ആഹാരമൊന്നും കഴിച്ചിട്ടില്ലെങ്കിലും വയർ കാലിയായിരിക്കുമ്പോഴും പാല് പോലുള്ള ദ്രാവകം ഛർദ്ദിക്കാം. വോമിറ്റിംഗ്, സ്പിറ്റിംഗ് അപ്പ്, ഇറക്ടേഴ്സ് ഓഫ് മിൽക്കി ഫ്ലൂയിഡ്, തികട്ടി വരുന്നു, തുപ്പുന്നു, ഒക്കെ ഈ മിൽക്കി ഫ്ലൂയിഡ്, അത് സെപ്പിയയുടെ ഒരു കണ്ടീഷനാണ്. ആവേർഷൻ ടു ഫുഡ്സ്, ടു ദ സ്മെൽ ഓഫ് ഫുഡ് കുക്കിംഗ്. അപ്പോൾ ഭക്ഷണത്തോട് മടുപ്പ് വരാം, ഭക്ഷണം പാകം ചെയ്യുന്ന ആ ഗന്ധത്തോട് തന്നെ ഒരു വിരോധം. ഇതിന് കുറച്ച് കമ്പാരിസൺ എന്ന് പറയുന്നുണ്ട്. എന്താ? കോൾച്ചിക്കവും ആഴ്സനിക്കവും. കോൾച്ചിക്കത്തിനും ആഴ്സനിക്കത്തിനും ഈ ആഹാരം പാകം ചെയ്യുമ്പോൾ ഒരു ഗന്ധത്തോടുള്ളൊരു മടുപ്പുണ്ട്. ദ പേഷ്യൻ്റ് ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് വിത്ത് ആൻ ഓൾ ഗോൺ ഫീലിംഗ്, ഡിസ്ട്രസ് ആൻഡ് ഫുൾനെസ് ഇൻ ദ സ്റ്റൊമക്ക് ഫോളോഡ് ബൈ belching and uprising of mucus and milky fluids, vomiting of pregnancy, vomiting of milky water in morning. This is a characteristic of സെപ്പിയ. സെപ്പിയയുടെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് പറയുന്നത്. പ്രഭാതത്തിൽ ഉണരുന്നു, ആൾഗോൺ ഫീൽ, എല്ലാം പോയി, വയറായ കാലിയായ ഒരു തോന്നലോട് എഴുന്നേറ്റ് വരുന്നു, ആകപ്പാടെ പ്രയാസം, വയറിനി നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗും ഉണ്ട്. തൊട്ട് പിന്നാലെ ബെൽച്ചിങ്, ഏമ്പക്കം, തികട്ടൽ, മ്യൂക്കസ്, കഫമൊക്കെ തികട്ടി വരുന്നു, ഈ മിൽക്കി ഫ്ലൂയിഡ് തികട്ടി വരുന്നു, ഈ ഗർഭകാലത്തുള്ള ഛർദിയുണ്ട് രാവിലെ, മിൽക്കി വാട്ടറും, രാവിലെ പാല് പോലുള്ള വെള്ളം ഛർദ്ദിക്കുന്നു. ഇത് സെപ്പിയുടെ ക്യാരക്ടറിസ്റ്റിക്കാണ്, ഒരു തനിമയാണ്. ആക്രിഡ് ബേണിംഗ് ഇറക്ടേഷൻസ്, ഹേർട്ട് ബേൺ, റാൻസിഡ് ഇറക്ടേഷൻസ്. അപ്പോൾ പുളിപ്പുള്ളത്, പൊള്ളുന്നതായിട്ടുള്ള തികട്ടലുകൾ, നെഞ്ചുരുക്കം, വല്ലാതെ വൃത്തികെട്ട രുചിയുള്ള ദുസ്വാദുള്ള ദ്രാവകം, ചീത്തയായ കേടായ ആഹാരം ഒക്കെ തികട്ടി വരുന്നു. എസ്കോറിയേറ്റിംഗ് ദ ത്രോട്ട്, അത് തൊണ്ടയിൽ അത് തൊലി കളയുന്നു, അതിൻ്റെ തൊണ്ടയെ ദ്രവിപ്പിച്ച് കളയുന്നു, ആ തരത്തിലുള്ള കേടായ അസിഡിക്കായിരിക്കാം. പൈറോസിസ് വിച്ച് ഈസ് അനദർ ഫോം ഓഫ് ഇറക്ടേഷൻസ്, നെഞ്ചുരുക്കം, ഈ പുളിച്ചു കേട്ടലിൻ്റെ മറ്റൊരു ഫോമാണെന്നാണ് പറയുന്നത് നെഞ്ചുരുക്കം, പൈറോസിസ്. ആക്രിഡ് സോർ ഫ്ലൂയിഡ്സ് ബേണിങ് ഓൾ ദ വേ അപ്പ്. അപ്പോൾ ഈ തൊണ്ടയിൽ ദ്രവിപ്പിക്കുന്നു പറഞ്ഞതാണ്. അസിഡിക്കായിട്ടുള്ള സോർ ഫ്ലൂയിഡ്സ് വയറിൽ നിന്ന് തൊണ്ട വരെ, എവിടം വരെ വരുന്നു അവിടെയൊക്കെ ഇങ്ങനെ പൊള്ളലുണ്ടാക്കുന്നു. കോസിങ് കോൺട്രാക്ഷൻ, ടിംഗ്ലിങ്, സ്മാർട്ടിങ്, അവിടെ വലിച്ചുകോച്ചിലുണ്ടാക്കുന്നു, ചൊറിച്ചിലുണ്ടാക്കുന്നു, പൊള്ളലുണ്ടാക്കുന്നു. നോസിയ വയലൻസ്, ഡെത്ത്ലി സിങ്കിങ് അക്കമ്പനീഡ് വിത്ത് ആൻ ഓഫുൾ ആങ്സൈറ്റി ഇൻ ദ സ്റ്റൊമക്ക്. അപ്പോൾ ഒക്കാനും വരൽ വല്ലാത്തൊരവസ്ഥയാണ്. ഡെത്ത്ലി സിങ്കിങ്, മാരകമായൊരു എല്ലാം പോയതോടെ തരത്തിലുള്ളൊരു തോന്നൽ, അതിനോടൊപ്പം വല്ലാത്തൊരു ആങ്സൈറ്റി, വയറിൽ അനുഭവപ്പെടുന്ന ആങ്സൈറ്റി, വയറ് കാളും നെഞ്ച് കാളും ഒക്കെ. ഫോസ്ഫറസ് ഹാസ് മോർ ഓഫ് ദ ടിപ്പിക്കൽ ഹങ്ങർ വിച്ച് ഈസ് റിലീവ്ഡ് ബൈ ഈറ്റിംഗ്.
അപ്പോൾ ഇതിനോടൊരു കമ്പാരിസനാണ് ഫോസ്ഫറസ്. അത് ആഹാരം കഴിക്കുന്നതുകൊണ്ട് അതിന് ശമനമുണ്ട് ഫോസ്ഫറസ്. ദ ഇഗ്നേഷ്യ പേഷ്യൻ ഈസ് ഓൾവേസ് സൈയിങ്, കനോട്ട് ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് ഫീലിംഗ്. ഇഗ്നേഷ്യ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ ഈ ഒരു അവസ്ഥയൊക്കെ തന്നെ ഉണ്ട്, പക്ഷേ എപ്പോഴും ഇങ്ങനെ ഏങ്ങിക്കൊണ്ടിരിക്കും, എപ്പോഴും ഏങ്ങിക്കൊണ്ടിരിക്കും, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. കനോട്ട് ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് ഫീലിംഗ്. ആ ഒരു ഫീലിംഗ്, ആ ഒരു വല്ലാത്തൊരു അനുഭവം അത് പോകുന്നില്ല, അത് വിട്ടുപോകുന്നില്ല. ഒലിയാൻഡർ ഹാസ് ആൻ ഓൾ ഗോൺ എംപ്റ്റി ഫീലിംഗ് ആസ് ഇഫ് ഹി വുഡ് ഡൈ. ഒലിയാൻഡറുടെ കാര്യത്തിലാണെങ്കിലോ ഈ ആകെ പോയുള്ള ഒരു വയറൊക്കെ ആകെ കാലിയായൊരവസ്ഥ, ആ ഒരു തോന്നൽ, താൻ മരിച്ചു പോകുമോ എന്നുള്ള ചിന്തയും വരും ഒലിയാൻഡർ. ഫുഡ് ഡസ് നോട്ട് റിലീവ്, ഈസ് നോട്ട് ഡൈജസ്റ്റഡ് ബട്ട് പാസസ് അൺഡൈജസ്റ്റ് ദ നെക്സ്റ്റ് ഡേ. ഒലിയാൻഡറുടെ കാര്യത്തിൽ ആഹാരം കഴിച്ചാലും റിലീഫില്ല, അത് ദഹിക്കുന്നില്ല, അത് പിറ്റേ ദിവസം ദഹിക്കാതെ വയറ്റിൽ നിന്ന് മലമായിട്ട് പോവുകയും ചെയ്യും. ലൈക്കോപ്പൊടി ഹാസ് ആൻ ഓൾ ഗോൺ ഫീലിംഗ് സംടൈംസ് നോട്ട് ബെറ്റർ ബൈ ഈറ്റിംഗ്. ലൈക്കോപ്പൊടി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, ആകെ കാറ്റായി പോയതുപോലെ തോന്നൽ, അത് നോട്ട് ബെറ്റർ ബൈ ഈറ്റിംഗ്. ആഹാരം കഴിക്കുന്നതുകൊണ്ട് അതിന് എപ്പോഴും ശമനം ഉണ്ടാകണമെന്നില്ല. ഫെൽറ്റ് ആസ് മാർക്കറ്റ്ലി ബിഫോർ ആസ് ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണം കഴിച്ച ശേഷം എന്നതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ആ ഒരു ഫീലിംഗ് ശ്രദ്ധേയമായി തന്നെ ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ദർ കംസ് എ ത്രോബിങ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു വിങ്ങുന്ന ഒരു ത്രോബിങ് സെൻസേഷൻ ഉണ്ട്. കാലികാർബ് ഹാസ് ഇറ്റ് ഓൾസോ. കാലികാർബിന് ഇതുണ്ട്, പക്ഷെ എങ്ങനെയാണ്? വിത്തൗട്ട് ദ അമ്യൂറേഷൻ ഫ്രം ടേക്കിംഗ് ഫുഡ്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശമനമില്ല, അത് കാലികാർബ്. ഇറ്റ് ഈസ് ഈവൻ ഇൻറ്റൻസിഫൈഡ് ബൈ ഈറ്റിംഗ്. ആഹാരം കഴിക്കുന്നതുകൊണ്ട് ആ അവസ്ഥ വർദ്ധിക്കുക പോലും ചെയ്യാം കാലികാർബിൽ. വിച്ച് ഈസ് ഫോളോഡ് ബൈ എ സെൻസേഷൻ ഓഫ് ഫുൾനെസ് ആൻഡ് ത്രോബിങ്. അതിനുശേഷം ഒരു ആകെ നിറഞ്ഞിരിക്കുന്നത്, വിങ്ങുന്ന ഒരു ഫീലിംഗ് വരികയും ചെയ്യും കാലികാർബിൽ. ഇൻ സീവിയർ ലിവർ ആൻഡ് ഹേർട്ട് അഫെക്ഷൻസ് ദ സ്റ്റൊമക്ക് ഈസ് നോട്ട് ഏബിൾ ടു കീപ്പ് അപ്പ് അസിമുലേഷൻ. അപ്പോൾ കടുത്ത കരളിൻ്റെയും ഹൃദയത്തിൻ്റെയും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഈ വയറിന് ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടത്താൻ പറ്റില്ല. പാൽപിറ്റേഷൻ, ഗ്രേറ്റ് വീക്ക്നെസ്, ലിവർ കൺജസ്റ്റഡ്, വൈറ്റ് സ്റ്റൂൾ. ഈ അവസ്ഥയിൽ പാൽപിറ്റേഷൻ ഉണ്ട്, വല്ലാത്ത ക്ഷീണമുണ്ട്, കരള് വല്ലാതെ വിങ്ങിയ അവസ്ഥ, ആ ബൈൽ പ്രൊഡക്ഷനെ ബാധിച്ചു, ബൈൽ കണ്ടന്റ് ഇല്ലാത്ത വെളുത്ത നിറത്തിലുള്ള മലം പുറത്തു വരുന്നു. ഇനി ഡിജിറ്റാലിസുമായിട്ട് ബന്ധപ്പെട്ട്, ഡിജിറ്റാലിസ് കംസ് ഇൻ ഹിയർ വിത്ത് ഡെത്ത്ലി സിങ്കിങ് നോട്ട് ബെറ്റർ ബൈ ഈറ്റിംഗ്. മാരകമായിട്ടുള്ള ആ ഒരു സിങ്കിങ് ഫീലിംഗ്, അത് ആഹാരം കഴിക്കുന്നതുകൊണ്ട് അതിനൊരു ശമനമില്ല. അവിടെ ഡിജിറ്റാലിസം വരുന്നുണ്ട്. ഇൻ സെപ്പിയ ദിസ് സിംറ്റം ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ലോസ് ഓഫ് അഫെക്ഷൻസ്. അപ്പോൾ സെപ്പിയയുടെ കാര്യത്തിൽ ഇതുമായിട്ട് ചേർന്ന് വരുന്നത് സെപ്പിയയുടെ ടിപ്പിക്കൽ അവസ്ഥ, അഫെക്ഷൻസ് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ ഈ ഒരു വയറിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദ ലംബിങ് ദ റെക്റ്റം വിത്ത് ദ കോൺസ്റ്റിപ്പേഷൻ എക്സെട്ര. അപ്പോൾ അതിനോട് ചേർന്ന് സെപ്പിയയുടെ കാര്യത്തിൽ മലാശയത്തിലൊരു കട്ട ഇരിക്കുന്ന പോലുള്ള തോന്നൽ, മലബന്ധം, ഇതൊക്കെയാണ് സെപ്പിയിൽ വരുന്നത്. അപ്പോൾ നിരവധി കമ്പാരിസൺസാണ് ഇവിടെ വരുന്നത്. കെൻറ്റിൻ്റെ ഒരു ശൈലിയാണത്. ഒരു സംശയാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആശയക്കുഴപ്പം തോന്നുന്ന കാര്യങ്ങളിൽ അതോട് ബന്ധപ്പെട്ട് വരുന്ന മരുന്നുകളോടുള്ള കമ്പാരിസൺസ് തരും. അപ്പോൾ ജനറാലിറ്റീസ് നോക്കിയിട്ട് ഈ പർട്ടിക്കുലർ സിംറ്റംസിൻ്റെ തന്നെ ഓരോ ടിപ്പിക്കൽ സ്റ്റേറ്റ് നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള ഔഷധത്തിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ പല മരുന്നുകളും മാറി മാറി കൊടുക്കുകയോ കൂട്ടിച്ചേർത്ത് കൊടുക്കുകയോ ചെയ്യുന്ന അബദ്ധങ്ങളിൽ പെടാതെ കൃത്യമായിട്ടുള്ള ഔഷധങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഇത്തരം കമ്പാരിസൺസ് സഹായിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതേപോലെ വളരെ വിലപ്പെട്ട പല കാര്യങ്ങളും കെൻറ്റ് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് അവയെക്കുറിച്ച് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.